വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മലപ്പുറം ചാലിയാർ പുഴയുടെ സമീപത്തു നിന്നും ലഭിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെ നടപടികളാണ് ബുധനാഴ്ച ഉച്ചയോടുകൂടി പൂർത്തിയായത്. ഇതിൽ 11ഉം 14ഉം വയസ്സുള്ള മേപ്പാടി സിയാന നസ്രീൻ, മിൻഹ ഫാത്തിമ എന്നിവരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ബുധനാഴ്ചയും തുടരുകയാണ്. 2 മൃതദേഹങ്ങൾ മാത്രമാണ് ബന്ധുക്കൾ എത്തി തിരിച്ചറിഞ്ഞത്. വയനാട് മേപ്പടി സിയാന നസ്രീൻ, ചൂരമല ആമക്കുഴിയിൽ മിൻഹ ഫാത്തിമ എന്നിവരെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. 32 മൃതശരീരങ്ങളുടെയും 25 ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായതെന്ന് ഡെപ്യൂട്ടി കളക്ടർ സുരേഷ് അറിയിച്ചു. ഇന്നലെ കിട്ടിയ ബോഡിയും ഇന്ന് കിട്ടിയ ബോഡിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡികളെല്ലാം തന്നെ മേപ്പാടി CHCയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ CHCയിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അത് 38 വണ്ടി ആംബുലൻസിലായിട്ട് 38 ഫ്രീസറിൽ ഉള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. കോൺവോയ് ആയിട്ട് പോലീസ് അങ്ങോട്ട് എത്തിക്കുന്നു. ഇതിനിടെ ചാലിയാറിലെ പന്നങ്കയം കടവിൽ നിന്ന് ലഭിച്ച 2 മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ബന്ധുക്കളെ തിരിച്ചറിയാനായി വയനാട്ടിൽ നിന്ന് നിരവധി പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേർന്നതിനാൽ മറ്റുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത്യാവശ്യക്കാരെ മാത്രമാണ് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. മലബാർ ടൈംസ്, നിലമ്പൂർ.